വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. മറക്കും. നമ്മളങ്ങനെ മ്യൂസിയം കണ്ടിറങ്ങിയേ. ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടേക്കാ ഫാദർ? എക്കോ പാർക്ക് അവിടെ പോയി നോക്കാം. ഓപ്പൺ ആണെങ്കിൽ നമുക്ക് കയറാം. അവിടെ ഒത്തിരിയൊക്കെ വർക്ക് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ടുലിപ്പ് ഗാർഡൻ ഉണ്ട്. അതുണ്ടെങ്കിൽ നമുക്ക് അതും. ഓക്കെ, കമൻറ്റിൽ കുറച്ച് പേര് അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു റീജിയണിലായിട്ട് എവിടെയോ ആയിട്ട് തുളിപ്പ് ഗാർഡൻ ഉണ്ട്, അപ്പോൾ പറ്റിയെങ്കിൽ അത് കാണിച്ചു തരണമെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം വെൽക്കം ബാക്ക് അഗെയിൻ നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക്. ഇവിടെ വെച്ച് നമ്മുടെ ഡ്രൈവർ ചേട്ടനെ കണ്ടേ, നമ്മളെ അന്ന് കൊണ്ടുപോയതും അന്ന് രാത്രി കൊണ്ടുപോകുന്നത്. ശരിക്കും ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു മുൻശ്ശേരി റീജിയനിൽ നല്ല പ്രോപ്പറായിട്ട് ഈ ഒരു ഇങ്ങോട്ടേക്കുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന ഒരു ഇതാണല്ലോ ലക്കിയാണ്. ഓക്കെ, അപ്പം ഞാൻ ലക്കിയുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ആ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് അവരെപ്പോഴാണ് വണ്ടി എടുക്കുക എന്നുള്ളത് നോക്കിയിട്ടൊക്കെ വരാം കേട്ടോ. നമ്മൾ മുൻശ്ശേരി ടൗണിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ മേലോട്ടേക്ക് കയറുവാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇവിടെ റോഡ് ഓൾമോസ്റ്റ് ഭയങ്കരമായിട്ട് മോശമായിട്ടാണുള്ളത്. ചെളി എന്നൊക്കെ പറഞ്ഞാൽ നല്ല പൊതഞ്ഞ ചെളിയാണ്. വാട്ടർ ക്രോസ് യെസ്. മജാ ആ ഗയാ. പ്രഭാകരൻ ഹാപ്പി. മഴയ്ക്കുള്ള ചാൻസ് കാണുന്നുണ്ട്. ഇപ്പം ആകാശം ഇരുണ്ട് മൂടി തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ റെയിൻകോട്ട് എടുത്തിട്ടില്ല, അച്ഛന്മാർ എടുത്തിട്ടില്ല. നമ്മുടെ കൂടെ ഇപ്പോൾ ഒരാൾ കൂടിയുണ്ട്. അച്ഛനിതാ മുമ്പിൽ പോകുന്ന വണ്ടി കയറിയ നമ്മുടെ രഞ്ജൻ സാറാണ് കേട്ടോ. ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു. ഇപ്പം നമ്മൾ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മളെല്ലാം നനഞ്ഞു പോകേണ്ടി വരും മഴ പെയ്തിട്ടുണ്ടേലേ. വീടുകൾ കണ്ടോ നിങ്ങൾ? ചെമ്മരിയാട് അല്ല, ഇത് സാധാരണ ആടാണ്. 1-2 ചെമ്മരിയാടുകളൊക്കെ ഉണ്ട്. റോഡ് നല്ലോണം മോശമാണ്. നല്ലോണം മോശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് റോഡിനേക്കാളും മോശം. ഇതാണ് കേട്ടോ നമ്മുടെ രഞ്ജൻ സാർ. മാസ്ക്. ഓക്കെ, രഞ്ജൻ സാർ ഇന്ന് രാവിലെ പോയി എന്താ പറയുക, നമ്മളിന്ന് വീഡിയോ എടുക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ പാടെ ഷേവ് എല്ലാം ചെയ്ത് കേട്ടോ. എന്തായാലും കൊള്ളാം. ഫാദർ ക്ലോസ്ഡ് ആണോ? ക്ലോസ്ഡ് ആണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ എക്കോ പാർക്ക്, എഡ്യൂക്കേഷണൽ എക്കോ പാർക്ക് എന്ന് തന്നെയാണ് പറയുന്നത്. ശരിക്കും ഇവിടെ എന്തൊക്കെയായിരുന്നു ഫാദർ ഉണ്ടായിരുന്നത്? ഒരുപാട് അഡ്വഞ്ചർ പോലത്തെ ചെറിയ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ തുറന്നിട്ടില്ല. സോ വി ആർ അൺലക്കി. ഇത് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ആ ഒരു പഞ്ചാജലി പീക്കെല്ലാം ശരിക്കും നല്ല ഇതായിട്ട് ടോപ്പിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ എക്കോ പാർക്ക് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പോൾ വരുന്നവർക്ക് വേണമെങ്കിൽ അവിടെയും താമസിക്കാം. പിന്നെ ഫാദർ അവരെങ്ങനെ 6 മാസം ഇവിടെ താമസിക്കും? ഓക്കെ, ഇതുണ്ട് നിങ്ങൾ അവിടെ. ഓക്കെ, പശു ആടുമായിട്ടൊക്കെ കാലി മേയിച്ച് നടക്കുന്ന ആളുകളാണ്. ഇത് അവരുടെ ഒരു ചെറിയൊരു സെറ്റിൽമെൻറ്റ് പോലെയാണ്. അതുകൊണ്ട് പുല്ലൊക്കെ മേഞ്ഞിട്ട് 6 മാസം ഇവിടെ ആയിരിക്കും. ഇവിടെ മഞ്ഞ് വീഴുമ്പോൾ താഴോട്ടിറങ്ങിപ്പോകും. അങ്ങനെ ആ ഒരു രീതിയിൽ താമസിക്കുന്ന ആളുകളാണ് കേട്ടോ. മൈഗ്രേറ്റ് ചെയ്ത് ഇനി നമുക്ക് മേലോട്ട് പോകാം കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ, നമുക്ക് ഇവിടെയുള്ള ഓരോ സ്ഥലങ്ങളുടെ ഓരോരോ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അച്ഛന്മാർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് എന്താണെന്നറിയില്ല, എനിക്കിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ഗൈഡിനെ കിട്ടിയ പോലെ അതിനേക്കാളും എന്താ പറയുക, നമ്മളുടെയൊക്കെ അടുത്തൊരു വീട്ടിൽ വന്നിട്ട് നമ്മൾ വീടും നമ്മുടെ നാടും നമ്മുടെ നാടിൻ്റെ പരിസരമൊക്കെ നമ്മളിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ബന്ധുക്കാരൊക്കെ വരുമ്പോൾ കൊണ്ടുപോലെ ശരിക്കും അതുപോലെയാണ് കേട്ടോ എന്നെയും കൊണ്ടുപോകുന്നത്. ഭയങ്കര സന്തോഷം. എന്തായാലും നമുക്കതുകൊണ്ട് ഇഷ്ടം പോലെ കാഴ്ചകൾ കിട്ടുന്നുണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിച്ചു പോവാണ്. ഇത് മേലെ അവിടെ നിന്ന് കോട കയറി തുടങ്ങിയ ഈ പോകുന്ന വഴിക്ക് ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നു ഖാലിയ ടോപ്പ് ട്രെക്കിങ്ങിൻ്റെ. അന്നേരപ്പോൾ ആ ഒരു ട്രെക്കിങ്ങിലേക്ക് പോകുന്ന ഭാഗമുണ്ട്, അതെല്ലാം കാണിച്ചു തരാം കേട്ടോ. മഴ പെയ്തില്ലെങ്കിൽ മഴ പെയ്യാണ്ടിരിക്കാൻ പ്രാർത്ഥിക്കുക എല്ലാവരും. ഇതാണ് കേട്ടോ ഖാലിയ
സ്റ്റാർ. പക്ഷേ അടച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. ശരിക്കും ഇതിവിടെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററും അതിൻ്റെ ഫീ അടയ്ക്കേണ്ട സ്ഥലവും ഒക്കെ ഉണ്ട്. പക്ഷേ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് കുറച്ച് ദൂരം മേലോട്ടേക്ക് കയറി നടക്കാം കേട്ടോ. ഇവിടുന്ന് മേലോട്ടേക്ക് 8 കിലോമീറ്റർ ദൂരം നമ്മൾ കയറണം. അപ്പോഴാണ് ഗാലിയ ടോപ്പിലേക്ക് എത്തുക കേട്ടോ. ശരിക്കും ഈ ഒരു മുൻസിയാരി റീജിയനിലെ ഏറ്റവും വലിയ അട്രാക്റ്റീവായിട്ടുള്ളൊരു ട്രെക്കിംഗ് പ്ലേസാണിത്. ഇപ്പോൾ നമുക്ക് കുറച്ച് ദൂരം കയറിയിട്ട് വരാം, കാരണം മുഴുവൻ കയറാനുള്ള പെർമിഷനോ അല്ലെങ്കിൽ ഇപ്പോൾ കയറിയിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ അട്ടകളുണ്ടാവും കേട്ടോ, മറ്റേ ചോര കുടിക്കുന്ന ടൈപ്പ്. മേലോട്ട് കയറി പോകാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നല്ല അടിപൊളി ഇതുണ്ട്. നിങ്ങൾ പാറക്കല്ലെല്ലാം നല്ല അടിപൊളിയായിട്ട് പാകി ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചോര കുടിക്കുന്ന അട്ട, നല്ല ഭീകരൻ അട്ട ഇഷ്ടംപോലെ ഉണ്ടാവും. നമ്മുടെ അവിടെ സ്കൂളിന് അവിടെ വരെ ഉണ്ട് കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ എന്നെ കടിച്ചു, എന്നിട്ട് ഉപ്പിട്ടിട്ടാണ് അതിനെ കൊന്നു കളഞ്ഞത്. അപ്പോൾ അത് സൂക്ഷിക്കണം. പിന്നെ മഞ്ഞ് പെയ്യുന്ന സമയത്തുണ്ടല്ലോ ഈ ഒരു റീജിയനെല്ലാം മഞ്ഞിൽ മൂകുന്ന ഭാഗമാണ് കേട്ടോ. ഇവിടെ എല്ലാം വെള്ള മഞ്ഞ് മൂടി എന്ത് ഭംഗിയായിരിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ജസ്റ്റ് ഇമാജിൻ ചെയ്യ്. रंजन सर, वो खालिया है ना, कौन सा टाइम में अच्छा है वो इधर आने के लिए? खलिया तब आप आ रहे हैं तो नवंबर महीने में आना अच्छा है. नवंबर, वो पूरा स्नो है ना वो टाइम में? ऊपर स्नो मिलेगा आपको, इधर ही नहीं है? जाते समय भी आपको स्नो मिलेगा. जाता टाइम? जाते टाइम में भी. ഓക്കെ. ഈ ഒരു കല്ലും ഈ ഒരു ഭാഗങ്ങളൊക്കെ മഞ്ഞ് വീണ് ആ ഒരു മഞ്ഞിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണേണ്ട ആൾക്കാരുണ്ടെങ്കിൽ നവംബർ ടൈമിൽ ഇങ്ങോട്ടേക്ക് വരണം. അതുകൊണ്ടല്ലോ നവംബർ ടൈമിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേ ഈ റോഡൊക്കെ എങ്ങനെയുണ്ടോ ആ ഒരു സമയത്ത്? നല്ല റോഡായിരിക്കും. ഇത് ഇപ്പം തന്നെ ജൂലൈ കഴിയുമ്പം റോഡ് റെഡിയാവും. പിന്നെ റോഡിൽ ഒരു കുഴപ്പമില്ല. ഇത് ഏറ്റവും നല്ല സ്ഥലം. ഓക്കെ. എന്തായാലും എന്താ പറയുക, ആ ഫോറസ്റ്റിൻ്റെ ആ ഒരു വന്യതയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സൂപ്പർ. പിന്നെ ഉണ്ടല്ലോ ഇവിടുത്തെ ഈ നടന്ന് കയറുന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ട് കുത്തിനെയുള്ള കയറ്റമല്ലോ അച്ഛാ. ഇതിങ്ങനെ ഇതുണ്ട്, ഇങ്ങനെ ചുരം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങനെ സിക്സാഗ് അടിച്ചിട്ടാണ് നമ്മൾ കയറിപ്പോൾ. അതുകൊണ്ട് നമുക്ക് വലിയൊരു മടുപ്പൊന്നും ഫീൽ ചെയ്യില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പച്ചക്കാടാണ്. ഈ കാട് ടോപ്പ് വരെ ഉണ്ടോ? ടോപ്പ് പകുതി വരെ ഇങ്ങനെ വലിയ മരമായിരിക്കും. പിന്നെ അത് പതുക്കെ ഇങ്ങനെ ഹൈറ്റ് കുറഞ്ഞ് ഏറ്റവും മേലിൽ പോകുമ്പോൾ ചെറിയ ഗ്രാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. നല്ല മഞ്ഞുകാലത്ത് അവിടെയെല്ലാം നല്ല രീതിയിൽ മഞ്ഞ് വീഴും. മഞ്ഞ് വീഴും. ഇപ്പോൾ ചിലപ്പോൾ ചാൻസ് ഉണ്ട് അവിടെ മഞ്ഞ് വീഴാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്കിപ്പോൾ അങ്ങ് മേലെ വരെ പോകാനുള്ള പെർമിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടം വരെ ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ വന്നിട്ടുണ്ടോ അല്ലേ അവൾ? 1 കിലോമീറ്റർ. ഓക്കെ. ഇനിയുണ്ട് 7 കിലോമീറ്റർ മേലോട്ട് കയറാൻ വേണ്ടിയിട്ട്, അത് അങ്ങ് അവിടെയൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടം വരെ ഉള്ളൂ. നമ്മളിവിടുന്ന് ഇനിയിപ്പോൾ താഴോട്ടേക്ക് തിരിച്ചിറങ്ങാം കേട്ടോ. എന്ത് രസമാണ് നോക്കി നിങ്ങൾ ഈ സ്ഥലം. ഒരിക്കലും മിസ് ചെയ്യരുത് മുൻസിയാരി വരുന്നവർ ഗാലിയ ടോപ്പ് ട്രെക്കിങ്. ല്ല നിങ്ങളിവിടെ ഒരു വേറെ ഒരു സാധനം കാണിച്ചു തരാവേ. അത് വേറെ നല്ല അടിപൊളി വെള്ളച്ചാട്ടമല്ല ഇതുണ്ട്. ഈ ഒരു ഇല കണ്ടോ നിങ്ങൾ? ഇംഗ്ലീഷ് സിനിമയിലൊക്കെ എന്താ പറയുക, ഈ ഒരു മഞ്ഞ് കാലം അല്ലെങ്കിൽ മഞ്ഞിൻ്റെ അത് കാണിക്കുന്ന സമയത്ത് ഈ ഒരു ഇല ഇങ്ങനെ പടർന്ന് വീഴുന്ന കാണിക്കും. ആ ഒരു ഇലയാണ് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് ഒരു ചുവപ്പ് കളറായി വരുന്നുണ്ട്. അതിനിപ്പോൾ നവംബർ ഡിസംബറൊക്കെ ആവുന്ന സമയത്ത് ചുവപ്പ് മാറി, നവംബർ ഡിസംബർ അല്ല ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ചുവപ്പ് മാറി മഞ്ഞ കളറാവും. കാണാൻ വേണ്ടി ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. ഞാൻ EBC എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിങ് പോയ ആ ഒരു സമയത്താണ് കേട്ടോ ഈ ഒരു സാധനം ആദ്യമായിട്ട് കണ്ടത് നേരിട്ട്. എനിക്ക് ഭയങ്കര ആശ്ചര്യമായിരുന്നു. അതിന് മുമ്പ് ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ.
മേലെ താമസിക്കാനുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഇവരുടെ കോൺടാക്ട് നമ്പർ ഇതാണ് കേട്ടോ. എന്താ നോക്കിക്കോയേ. അപ്പം അവിടെ വിളിച്ച് ചോദിച്ച് വന്നാൽ മതി. ഇപ്പോൾ ഓപ്പൺ അല്ല, ഒരു സീസൺ ടൈം ആകുമ്പോഴത്തേക്കുവേ. അപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങി താഴെ എത്തി. ഇവിടെ ശരിക്കും മേലോട്ട് കയറി പോകാനുള്ള ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 രൂപ മാത്രമേ ഉള്ളൂ. 20 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മേലോട്ട് കയറി പോകാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആ ഒരു പോർഷനിൽ അവിടെയായിട്ട് ഒരു ഇഗ്ലൂ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. നിങ്ങൾ ബിബിൻ ബ്രോയുടെ ചാനൽ കണ്ടിട്ടുണ്ടോ? ബിബിൻ ബ്രോ വന്ന സമയത്ത് ആ ഒരു ഇഗ്ലൂ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെയെല്ലാം കയറിയിട്ടുണ്ടായിരുന്നു. ഇതുണ്ടെങ്കിൽ ഇവിടെ മുഴുവൻ പശുവിൻ്റെ ചാണകമാണ്. നമ്മൾ അന്ന് രാത്രി ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിറച്ച് പശുവായിരുന്നു. റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് കുറേ കഷ്ടപ്പെട്ടു കേട്ടോ ഇതുങ്ങളെ പാസ് ചെയ്ത് ഇപ്പോൾ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ഇനി നമ്മൾ മേളിലോട്ട് പോവാം. ഗാർഡൻ ഉണ്ടെങ്കിൽ ഓക്കെ. ഇതാണ് ഇവിടുത്തെ തുളിപ്പ് ഗാർഡൻ. ശരിക്കും ഇതിപ്പം ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. പിന്നെ സീസൺ പോയല്ലേ? സീസൺ പോയി കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. ഓക്കെ. ഇതാകെ ആ ഒരു തുളിപ്പ് അവിടെ അതിൻ്റെ അകത്ത് മാത്രമേ ഈ പൂവുള്ള ഉണ്ടല്ലോ. ഇതിന് തുലിപ്പ് ഗാർഡൻ അങ്ങനെ പറയാൻ കാരണം എന്താ? ഇവിടെ ടുലിപ്പിന്റെ ബൾബ്സ് ഉണ്ട്. ഓക്കെ. ഈ ഏരിയ ഫുൾ ടുലിപ്പ് ബൾബ്സ്. ഇത് ആക്ച്വലി എക്സ്പെരിമെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം ഈ ഒരു പക്ഷെ ഇത് അങ്ങ് സക്സസ് ആയി. അപ്പൊ ഇത് ഇപ്പം ഫുൾ സ്പ്രെഡ് ചെയ്തു. ഈ ചെറിയ ചെറിയ പ്ലാന്റ്സ് കാണുന്നുണ്ടല്ലോ, അത് ആക്ച്വലി ടുലിപ്പിന്റെ പ്ലാന്റ്സ് ആ. ഓക്കെ. ഈ കാണുന്നല്ലേ ഇതൊരു ഡിസൈനിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. അത് ഫുൾ ടുലിപ്പ് പ്ലാന്റ്സ് ആ, ഡിഫറെന്റ് കളേഴ്സ് ഉള്ള. ഓക്കെ. നല്ലതാ കാണാൻ. ഓക്കെ. അതിന്റെ ഒരു ഫോട്ടോ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അതാ ഒരു പൂവെല്ലാം ആയി കഴിയുമ്പോഴത്തേക്കും തിരിയുന്നില്ല. ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ ഉണ്ടാവും. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. ബൾബ് പോലെ ഉണ്ടാവുക. എന്തായാലും നമുക്കത് മിസ്സായി. I don't ever slow up, no I don't take sh**. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take sh**. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're with my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be. ഈ വരുന്ന വഴിക്ക് തന്നെ ഉണ്ടല്ലോ ഇവിടെ ഒരു ലൈക്കൺ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ എന്താ പറയുക ആദ്യത്തെയല്ലേ ഫാദർ? ആദ്യത്തെയാണ് ഈ ഒരു ഇതെന്ന് പറഞ്ഞ്. ഇപ്പോൾ അടച്ചിട്ടാണുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പാറയിലൊക്കെ ഉണ്ടാകുന്ന ഒരു പായൽ ടൈപ്പ് സാധനമില്ലേ, അതിൻ്റെ പൂക്കളും അതിൻ്റെ അകത്ത് പൂക്കളും ഭംഗിയുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കാണാൻ പറ്റുന്ന ഗാർഡനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ് കേട്ടോ. ആൽഗയും ഫംഗസിൻ്റെയൊക്കെ. ഓക്കെ. ഇതവിടെ അതിൻ്റെ എന്താ പറയുക ലൈക്കൺ മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓരോരോ പാറയിൽ ഓരോരോ ഇവിടെ ഇങ്ങനെ വളർത്തി എടുത്തേക്കുന്നതാണ്. സാരമില്ല, നമുക്ക് ഇപ്പം അടച്ചിട്ടുള്ള. പിന്നെന്ന് പറഞ്ഞാൽ സീസൺ അല്ലത്, മഴ പെയ്ത് മൊത്തത്തിൽ അങ്ങ് പോയിട്ടാണുള്ളത്. നമ്മൾ നേരെ തിരിച്ച് മുൻസിയാരി ടൗണിലേക്ക് വന്നാൽ ഇവിടെ ഒരു വർക്ക്ഷോപ്പിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെയിൻ ലൂബ് ഇടണം, ലൂബ് ചെയ്യണം. കുറച്ച് ലൂസാണ്, അത് ടൈറ്റും ചെയ്യണേ. കാരണം നമുക്കിനിയിപ്പം ഓഫ് റോഡല്ല, അങ്ങ് ഇറങ്ങി പോകാനുള്ളതല്ല. അതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു വർക്ക്ഷോപ്പ്. ഇവിടുത്തെ ഒരേ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുകയാണ്. 97 രൂപയാണ് കേട്ടോ. ഹൈ പോയി പെട്രോളിന്. അപ്പം ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നാച്ചിനിയിലോ ദല്ലിലേ ഉള്ളൂ കേട്ടോ പെട്രോൾ പമ്പ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അടിച്ചിട്ട് പോകാം. അതാ പറ്റും. താങ്ക് യു. 500 രൂപയ്ക്ക് അടിച്ചേ. റിച്ച്. നമ്മളവിടെ നിന്ന് തൊട്ടിപ്പുറത്തെ ഒരു കടയിലേക്ക് വന്നേ. ഇവിടെ സ്പെഷ്യൽ എന്താ ഫാദർ? സമൂസ. ഓക്കെ, സമൂസ സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. അതിപ്പോൾ നമുക്ക് സമൂസ ആക്കി തരും ഇവിടെ ചൂടോടെ ഉണ്ടാക്കി തരും. ഓക്കെ, ഫ്രഷാണ്, ഫ്രഷ് സമൂസ. സാധനം കാണിച്ചു തരാവേ. ഇതെന്താ ഫാദർ പറയുന്നത്? തിമൂർ. ഇവിടുത്തെ ഇത് വയലിട്ട് ഓർണം. ഇത് എന്താണെന്ന് ഇതുണ്ടല്ലോ. നമ്മൾ അരുണാചൽ പോയ മെച്ചുക്ക പോയ സമയത്ത് അവിടുത്തെ സമൂസയിൽ അവരൊരു ടൈപ്പ് സാധനം ഇടുക. ആ ഒരു ഇത് എന്താ കുരുമുളക് പോലെ. ഇവരുടെ മുളകല്ലേ ഇത്? പക്ഷെ എരിവല്ല, എന്തോ ഒരു പുകച്ചില് പോലത്തെ ഒരു ഫീലായിട്ട്. അത്
നമ്മൾ സമൂസ പാഴ്സൽ ചെയ്ത് വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള ഒരു ജാക്കറ്റ് വാങ്ങാൻ വേണ്ടി കടയിൽ വന്നു. നോക്കുമ്പോൾ ഓരോ ജാക്കറ്റ് ഇല്ല, പിന്നെ ഭയങ്കര റേറ്റാണ്. ഫ്രണ്ട്സ് ഉണ്ടല്ലോ, വലിയൊരു മഴ വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഞങ്ങൾ നേരെ ഇപ്പം സ്കൂളിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ മെയിൻ റോഡ് വിട്ട് ഷോട്ട് കയറി. അന്ന് രാത്രിയിൽ തിരിച്ചു വന്ന ഒരു വഴിയെ ഈ ഒരു വഴിയിൽ വെച്ച് ഇവിടെ വെച്ചാണ് കേട്ടോ അന്ന് ഇവിടെ ആ ഒരു ട്രാവലർ ഇവിടെ ബ്ലോക്കായി കിടന്നത്. ഇവിടുത്തെ ഈ വഴി മൊത്തം ഇടിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഈ സൈഡ് വഴി ഞങ്ങൾ കയറ്റിക്കൊണ്ട് പോയത് ട്രാവലറിന് അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു നമ്മുടെ ഡ്രൈവർ ഇറങ്ങിയിട്ട്. എന്നിട്ട് ആ സൈഡ് വഴി ഞങ്ങൾ ജസ്റ്റ് പാസ് ചെയ്ത് പോയി. ആ ഒരു ഈ ഉരുണ്ട് വീണ കല്ലൊക്കെയാണ് കേട്ടോ അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി വെച്ചേക്കുന്നത്. ഇപ്പോഴും അടുത്ത മഴയ്ക്ക് ഇടിഞ്ഞ് വീഴാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് കേട്ടോ ഈ സ്ഥലം. ഞങ്ങൾ തിരിച്ച് ഇതാ സ്കൂളിൻ്റെ ഇവിടെ എത്തിയ നേരെ പോയിട്ട് ഇപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണം ഇന്ന് സ്പെഷ്യലാണ്. മൊമോസ് ഉണ്ട്, പിന്നെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വന്ന നമ്മുടെ സമൂസയുണ്ട്, പിന്നെ നമ്മുടെ ചോറുണ്ട്. അച്ഛൻ എങ്ങനെയുണ്ട് വാക്സിൻ എടുത്തിട്ട്? ചെറിയൊരു ഇവിടെ വാക്സിനൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇന്ന് കിട്ടി. ഓക്കെ. ഇവിടെ പിന്നെ ആളുകൾ കുറവായത് കൊണ്ട് വാക്സിൻ അവൈലബിലിറ്റി എങ്ങനെയുണ്ട്? അത് ശരിക്കും എങ്ങനെ അവൈലബിലിറ്റി ഉണ്ട്, അവൈലബിലിറ്റി ഉണ്ട്, പക്ഷെ പെട്ടെന്ന് തീരുമാനം കുറച്ച് വരത്തുള്ളൂ. സ്റ്റോക്ക് വരുന്നത്. പിന്നെ 45+ ഉണ്ട് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. എടുക്ക് 45+, പിന്നെ അടുത്ത ദിവസം 18 ആയിരിക്കും, പിന്നെ 45+. അങ്ങനെ ഇപ്പൊ കഴിക്കട്ടെ മൊമോ. ഓ ഞാൻ ചട്നിയുടെ കളർ നോക്കിയെങ്കിലും അതൊന്നും അല്ല. പ്യുവർ മുളകാണ് കേട്ടോ. കൂടെ നമ്മുടെ ചൂട് സമൂസ. ഈ ചട്നി ശരിക്കും സമൂസേൻ്റെ അല്ലേ? ഇതാ സമൂസയുടെ അതാ. അടിപൊളി. നമ്മളുണ്ടല്ലോ ചോറെല്ലാം കഴിച്ച് ജസ്റ്റ് ഒന്ന് വിശ്രമിച്ചതിന് ശേഷം നോക്കി നിങ്ങൾ ആകാശത്ത് നല്ല മഴക്കാറാണ്. ഒരു ചെറിയൊരു മഴയും പെയ്തേ. അപ്പോൾ മഴ കഴിഞ്ഞപാട് ഞങ്ങളിപ്പം റെയിൻബോ ഉണ്ട്, പക്ഷേ റെയിൻബോ ഇതിൻ്റെ അത് കിട്ടൂല. ഇതവിടെ റെയിൻബോ ഉണ്ട്, അല്ല കാണുന്നുണ്ട്. അത് ഉണ്ടെങ്കിൽ ഹായ് കാണുന്നുണ്ട്, റെയിൻബോ ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അച്ഛൻ നമ്മൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകുന്നത് ജലത്ത് വില്ലേജിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു ടീച്ചറിൻ്റെ വീടുണ്ട്. ടീച്ചറിൻ്റെ വീടല്ല അച്ഛോ? ടീച്ചറിൻ്റെ വീടുണ്ട്. അപ്പോൾ ടീച്ചറിൻ്റെ വീട്ടിൽ പോയിട്ട് ബട്ടർ ടീ ട്രഡീഷണൽ നമ്മൾ ആ ഒരു മ്യൂസിയത്തിൽ നിന്ന് കാണിച്ച ആ ഒരു തോല് കൊണ്ടുണ്ടാക്കിയ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഇതാണോ ദേവദാരു? ആ അതാ ദേവദാരു കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ. ഇതാ ദേവദാരു മരമാണേ. എൻ്റെ ചുവട്ടിലാണ് ഞാൻ എത്തിയത്. ചുവട്ടിലെത്തിയവിടെയാണോ ദേവദാരു ആണെന്ന് മനസ്സിലായത്. അവിടെയുണ്ടോ? നമസ്തേ. അതാ ദേവദാരുവിൻ്റെ മരം ഇവിടെ ഉണ്ട്. ഇവിടെ ഇവരെ മീനൊക്കെ വളർത്തും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാ അത് മീൻ വളർത്തുന്നൊരു കുളമാണ്. ഇന്ന് മൊത്തത്തിൽ മൂടലാണ്. മഴ പെയ്തിട്ടുണ്ട്, മുഴുവൻ നനയും നമ്മൾ. നാളത്തെ എൻ്റെ പോക്ക് മിക്കവാറും വെള്ളത്തിലാവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ ടീച്ചറിൻ്റെ വീട്ടിലോട്ടെത്തി. ആദ്യം തന്നെ കോഴിക്കോടുണ്ട് കേട്ടോ. ശരി ഇതിവിടെ വന്നപ്പം ഇവിടെ ഷേരുണ്ട്. ഷേരു ഭയങ്കര കളിയായിരുന്നു. പക്ഷെ ഇവനെ കൂടുതൽ കളിച്ചിട്ടുണ്ട് മേത്ത് കയറും. നമസ്തേ, आपका नाम क्या है? आपका नाम क्या है? दीपिका. नमस्ते, आपका नाम क्या है? नाम बोलो. नाम बताइए, नाम क्या है? हर्षिता कर. हर्षिता करिए. हाँ नाम बंद. जल्दी बोल. हर्षित. हाँ नाम क्या है? बोलो. जल्दी बताइए. नाम नहीं है? नाम नहीं है? हाँ इधर हमारा टीचर है. टीचर आपका नाम क्या है? दीपारा. कौन सा सब्जेक्ट टीच करता है? हिस्ट्री पॉलिटिकल. अच्छा ഓക്കെ. ടീച്ചറിനോട് സംസാരിച്ചത് ഇതൊരു വീടാണ്. അപ്പോൾ ഈ ഒരു വീട് കാണിച്ചു തരാമെന്ന് പറഞ്ഞേ. ഓക്കെ,
പുരാന ഇതാണ് കേട്ടോ നമ്മുടെ പഴയ ട്രഡീഷണൽ വീടിൻ്റെ വലിയൊരു പോർഷനെ. ഞാനിത് ഈ ഇത്രയും വലുപ്പത്തിലുള്ളൊരു വീട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. ഇതാണ് കേട്ടോ. നമസ്തേ. ഓക്കെ. ये कौन का घर है? ये कौन का घर है? ओके ओके. ये नानी का घर है. नानी आपका नाम क्या है? पार्वती देवी. ओके अच्छा नाम है. पहाड़ी लैंग्वेज യൂസ് करता है ना? ഓക്കെ ഓക്കെ. ഇവർ പഹാഡി ലാംഗ്വേജ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹിന്ദിയും വലിയ രീതിയിൽ ഇവർക്ക് അറിയില്ല കേട്ടോ. वो कितना साल हो गया वो हाउस का? बहुत साल है. ഓക്കെ. നല്ല പഴമയുണ്ട് കേട്ടോ. ഇതിൻ്റെ മേലേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പാറക്കല്ല് വെച്ചിട്ടാണ് ഇത് മേഞ്ഞേക്കുന്നത്. ഇത് കണ്ടോ. എബി ഘർ. ഓക്കെ. ഓ ഇതെല്ലാം പഴയ വീടുകളാണ് കേട്ടോ. ഖരാബ് ഹോ ഗയാ. ഇതാ അത് പഴയതായി. ഇത് വലിയൊരു വീടിൻ്റെ വലിയൊരു കോംപ്ലക്സ് ആണ്. കൊള്ളാം. എന്നൊക്കെ എല്ലാം പാറക്കല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. എന്ത് ഭംഗിയാണെന്ന്. ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഫ്രെയിം ഒരു പഹാഡി ഫിലിമിൻ്റെ സോങ്ങിൻ്റെ പാട്ടിൻ്റെ ഷൂട്ടൊക്കെ നടന്നതാണ്. കാരണം പണ്ടത്തെ തറവാട്, നമ്മുടെ നാട്ടിലൊക്കെ പണ്ടത്തെ തറവാടുകൾ ഷൂട്ട് ചെയ്യില്ലേ, അതുപോലെ ഇവിടുത്തെ പണ്ടത്തെ തറവാടാണ് കേട്ടോ. നൈസ്. റൂഹി. ഓക്കെ. പുതിയ ഒരാളാണ്. എല്ലാവരും വൈകുന്നേരം ആയപ്പോൾ ഉറക്കെല്ലാം കഴിഞ്ഞ് എണീറ്റ് വരുന്ന വഴിയാണ് കേട്ടോ. ഓ आपका मामा है? मम्मी. मम्मी का नाम क्या है? बसंती देवी. इधर ही वो देवी आता है ना, वो पार्वती देवी, बसंती देवी ऐसा. शादी होता है. हाँ हाँ. शादी होने के बाद देवी. ഓക്കെ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ദേവി ചേർത്തിട്ടാണ് കേട്ടോ പേര് പറയും. कुमारी लिखते हैं. കുമാരി. ഓക്കെ. ये कुमारी हुआ, हम देवी हुआ. ഓക്കെ. कुഞ്ഞു ബാബ. नमस्ते कहती जे कहती नमस्ते. जे ऐसा करी जे बेटा का ഈ അമ്മയുടെ മോന്റെ ഭാര്യ. മോൻ്റെ ഭാര്യ. രണ്ടുപേരും. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മള് ഓക്കെ. ഞാൻ പോലോ बोलाई तो कबू बोलाई था क्या बोलाई പേടിയായി കേട്ടോ. ये नहीं बोलती अभी छोटी है. नहीं ലക്കി. ലാവണ്യ. ഓക്കെ. ലാവണ്യ എന്നാണ് കേട്ടോ പേര്. आपका नाम क्या है? कविता कविता देवी. ഓക്കെ. ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ. ഏതേക്കണേക്കയില് ഇതുണ്ടല്ലോ വർത്താനം പറഞ്ഞോണ്ടിരിക്കുമ്പോ ഓരോ സാധനം ചെയ്യുന്നുണ്ടല്ലോ നിങ്ങള്. നോർമൽ വൂളിൽ നെയ്തെടുക്കും അല്ലേ നമ്മളോട്. ഓക്കെ. आपका नाम क्या है? കാന്തി മേഡം. ടീച്ചർ. എന്നിട്ടാണ് ഇത്ര നാണം. ആണോ? ഓക്കെ. എന്തായാലും നെയ്തെടുത്തേക്കണം കേട്ടോ. ഇവര് സംസാരിക്കുമ്പോ എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. ക്യാപ്പ് സെറ്റർ. ഓക്കെ. സെറ്ററിന്റെ അത് നെയ്തെടുക്കുകയാണ് കേട്ടോ നൂലുകൊണ്ട്. ഏനാ അതാ വലിയ ഉണ്ട നൂലുണ്ട് നിങ്ങള്. അച്ചായ് നൈസ്. നമ്മളെ കാണിച്ചിരിക്കുന്നത് 2 നീഡിലാണ്. ഇതുണ്ട് 2 നീഡിലിൻ്റെ അകത്ത് ഇങ്ങനെ കോർത്താണ് ചെയ്യുന്നത്. നോക്കി എത്ര ഫാസ്റ്റ് ആയിട്ടാണ്. ये मेरा लैंग्वेज है मलयालम. ഗോമതി ദേവി. ഓക്കെ. ഒരുപാട് മെമ്പേഴ്സ് ഉള്ള വീടാ അല്ലേ? ഇവരെല്ലാം ഈ ഒരു വീട്ടിലാണ്. പല ഓക്കെ. അടുത്തടുത്താണ്. ഓക്കെ ഓക്കെ. നമ്മൾ വന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. എന്തായാലും കൊള്ളാം. ഉണ്ടല്ലോ ഇവിടെ ഇത് ഇവരുടെ ഈ ഒരു വീടിന് മുമ്പിലുള്ള തോട്ടമാണ്. മൂലി എന്നല്ലേ പറയുന്നതിന്. ഓക്കെ. നമ്മളിത് ഇവരുടെ തോട്ടത്തിൽ കയറി ഇംഗ്ലീഷിൽ റാഡിഷ് എന്നാണ് പറയുന്നത്. റാഡിഷ് പറിക്കാൻ പോവാണ് കേട്ടോ. ആയത് നോക്കിയിട്ട് നോക്കുന്നുണ്ട്. ഏതാ മൂത്തത് നോക്കുന്നുണ്ട്.
छोटा है तो ചോട്ടായേ ഇത് കണ്ടോ നിങ്ങള് നമ്മുടെ ക്യാരറ്റിന്റെ തന്നെ വെള്ള ടൈപ്പ് അല്ല വെച്ചാൽ വെള്ള ടൈപ്പാണ് ക്യാരറ്റ്. ഇവരുണ്ടല്ലോ ശരിക്കും നമ്മുടെ ഈ ഒരു ഉള്ളിയൊക്കെ മുറിച്ച് തരില്ല നാട്ടിൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെക്കൂല, അതുപോലെ ഈ ഒരു സാധനമാണ് കേട്ടോ മുറിച്ച് തരുന്നത്. സബ്ജി കെ ലിയേ ആജ് രാത് ഓക്കെ ഓക്കെ. ഇതെല്ലാം ഇവരുടെ കൃഷിയിലാണ് കേട്ടോ, ഒരുപാട് സാധനമുണ്ട്. ഫ്രണ്ട്സ് ഉണ്ടല്ലോ, നമുക്ക് വേണ്ടി ഇവിടെ വലിയൊരു സസ്പെൻസ് ഒരുങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞ പാട് ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് ഡാൻസിൻ്റെ പേരെന്നായിരുന്നു ദുഷ്ക എന്ന് പറഞ്ഞ് ഇവിടുത്തെ ട്രഡീഷണൽ ഡാൻസ് ഇതായി ഒരു ബാക്ക്ഗ്രൗണ്ടിൽ മഞ്ഞുമലയും കാര്യങ്ങളൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിലുള്ള. നോക്കി ഞങ്ങളിവിടെ ഇവരുടെ ആ ഒരു ഡ്രസ്സിൻ്റെ ഇത് കേട്ടോ നിങ്ങൾ. ഹായ് നമസ്തേ. ഇതുണ്ടോ കുഞ്ഞു ഡ്രസ്സ്. നമസ്തേ. അതെ ഇവിടെ എല്ലാവരും റെഡി. ഓക്കെ ഇതുണ്ട ഇങ്ങനെയാണ് കേട്ടോ ഇവരുടെ ട്രഡീഷണൽ ആണ്. നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് കണ്ട ആ ഒരു ഇതിൻ്റെ തന്നെ ട്രഡീഷണൽ. നമസ്തേ. നമസ്തേ. ആപ്കാ നാം ക്യാ ഹൈ? മഹേന്ദ്ര കുമാർ. ഓക്കെ ഇതാണ് കേട്ടോ ആണുങ്ങളുടെ ട്രഡീഷണൽ ഡ്രസ്സ് ഇങ്ങനെയായിരിക്കും, പെണ്ണുങ്ങളുടെ ട്രഡീഷണൽ ഡ്രസ്സ് ഇങ്ങനെയാണ്. ഇത് കണ്ടോ നമ്മുടെ മേഡം എല്ലാം റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഓർണമെൻറ്റ്സ് ഓക്കെ ഇതുണ്ട് ബുക്കിൻ്റെ ഒക്കെ ഒരു സാധനം എത്ര വലുതാണ്. ഇതാ നമ്മുടെ അമ്മൂമ്മയും റെഡിയായി വന്നിട്ടുണ്ട് ഫുള്ള് ഇതായിട്ട്. അപ്പോൾ ഇവരുടെ ഡാൻസ് ആണ് കേട്ടോ നമ്മളിനി കാണാൻ പോകുന്നത്. നമുക്ക് വേണ്ടിയിട്ട് ഇത് എക്സ്ക്ലൂസീവ്ലി നമുക്ക് വേണ്ടി മാത്രം ഇവർ റെഡിയായി ചെയ്തു തരുന്നതാണ്. ഇവിടെ ഉണ്ടല്ലോ പ്രാക്ടീസ് നടക്കുവാണ്. എന്നോട് പറഞ്ഞു പ്രാക്ടീസിന് ശേഷം ഷൂട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇത് ഞാൻ ബിഹൈൻഡ് ദ സീനായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇവരുടെ ട്രഡീഷണൽ ഡാൻസ് നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഇപ്പോൾ പോയി ഡ്രസ്സ് ചെയ്ത് വന്നതാണ് കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ സോ എന്താ പറയുക എല്ലാവരും ഇവരോടുള്ള ഒരു നിങ്ങൾ താങ്ക്സ് ആയിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഇവർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. എന്നിരുന്നാലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള നമ്മുടെ സ്നേഹം നമ്മുടെ സന്തോഷം കമൻ്റ് ആയിട്ട് നമ്മൾ പറയാം കേട്ടോ. ഓക്കെ ഇനിയിപ്പോൾ ഉണ്ടല്ലോ നെക്സ്റ്റ് നമ്മൾ ഇവരുടെ ഒരു ഓക്കെ ബഹുത് സുന്ദർ ഡ്രസ് മേ. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്തുള്ള നാട്ടുകാർ ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം ഇങ്ങനെ അവരുടെ ബാൽക്കണിയിലൊക്കെ വന്നിട്ട് നോക്കുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ ഇങ്ങനെയൊരു പരിപാടി അവതരിപ്പിച്ച സമയത്ത്. ഇനിയിപ്പം ഇവരുടെ ഒരു ട്രഡീഷണൽ എന്താ പറയുക ചായ ഉണ്ട്, ഞാൻ വരുന്ന വഴിക്ക് പറഞ്ഞില്ല. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കുവാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഇവരുടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നു കഴിക്കുന്നു. ആ ഒരു കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം കേട്ടോ. ഓ മൈ ഗോഡ് നിങ്ങൾ നോക്കിയാൽ അവിടെ ആ ഒരു പോർഷനിൽ അത് കണ്ടോ നിങ്ങൾ. ഇന്ന് എന്താ പറയുക പൂർണ്ണ ചന്ദ്രനാണെന്ന് തോന്നുന്നു കേട്ടോ. ശരിക്കും ആ ഒരു റീജിയനിൽ നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്.
ഇപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ആ ഒരു ചായ ആക്കാൻ വേണ്ടിയിട്ടുള്ള जा बनाते हैं हाँ ഓക്കെ അതിന്റെ ചായ ഇത് പൊടിയല്ലേ ഇത് ചതച്ച പൊടിയാ. ഓക്കെ അതാണ് കേട്ടോ തോല്, നമ്മൾ കണ്ട തോല് ഇതാണ്. ശരിക്കും ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല മാത്രമല്ലാതെ ഈ ഒരു മരത്തിന്റെ തോല് യൂസ് ചെയ്യും കേട്ടോ. ഇത് ഇതിൻ്റെ അകത്ത് ഇട്ട് ഇവര് ചതച്ച് പൊടി പോലെയാക്കും. ऐसा करके ഓക്കെ, പാലും ഉപ്പും നെയ്യ് ഒഴിച്ചതാണ് അതിൻ്റെ അകത്തേക്ക് ഇങ്ങോട്ട് ഇടുക ചെയ്യും. ऐसा करके इसमें डालते हैं ഓക്കെ फिर उसके बाद इसमें डालते हैं ऐसा करके घी डालते हैं ഓക്കെ. ചായ ഉണ്ടാക്കുന്ന ഇത് ഈ ഒരു ഉപകരണത്തിനൊരു പേരില്ല, ദുംക എന്ന് പറഞ്ഞ ഇതാണ് നംകിൻ ചായ എന്ന് പറഞ്ഞാൽ നംകിൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് ദുംക. ദുംകയിലേക്ക് നെയ്യ് ഒഴിച്ചു അതിനുശേഷം ഇത് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച ചായയുടെ അതിൻ്റെ അകത്തേക്ക് ഒഴിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ നോർമലി അങ്ങനെ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതല്ല, പക്ഷെ നമ്മൾ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം നമുക്ക് കിട്ടുന്നതാണ്. സോ ഇറ്റ്സ് പ്രഷ്യസ് വിഷ്വൽസ് ആണ് കേട്ടോ. ഓക്കെ, ഓക്കെ അത് അടച്ചതിന് ശേഷം ഓക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അച്ഛാ. ഓക്കെ ഓക്കെ അതങ്ങ് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യും. ഓക്കെ, അതിന് ശേഷം നമ്മളത് സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നംകിൻ ചായ റെഡിയായി. ഈ ഒരു ചായ മാത്രം കുടിക്കുകയല്ല ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് കൂടെ തന്നെ കഴിക്കേണ്ട സാധനമുണ്ട്. ഇത് ഗോതമ്പിൻ്റെ ഒക്കെ മിക്സ് അല്ലേ ഫാദർ? ഗോതമ്പ് പൊടി അതിൻ്റെ അകത്ത് മറ്റ് ചില സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മിക്സാണ്. അപ്പോൾ ആദ്യമേ ചായ കുറച്ച് കുടിക്കും നമ്മൾ. അതിന് ശേഷം ഇത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുക. ഇതിന്റെ കൂടെ തന്നെ കഴിക്കുന്നതാണോ? ഓക്കെ ഓക്കെ. നൂഡിൽസ് പോലുള്ള ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ കാണിച്ചു തന്നില്ല, ഫോട്ടോയിൽ കാണിച്ചു തന്നില്ലായിരുന്നു. ആ ഒരു ഡിഷ് നമുക്ക് വേണ്ടി ഇവർ ഉണ്ടാക്കിയതാണ്. ഇത് നിങ്ങള് കുക്കല എന്നാണ് കേട്ടോ അതിന്റെ പേര്. ഓക്കെ, ഞാൻ ടേസ്റ്റ് ചെയ്യാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കുടിക്കുന്നത്. ഒറ്റ ടേസ്റ്റിൽ ഇത് ഒരു നെയ്യിന്റെ രുചിയാണ് കേട്ടോ ആദ്യം വരുന്നത്. അതിനുശേഷം ചെറിയൊരു കയ്പ് പോലെ വരുന്നുണ്ട്, പിന്നെ ഉപ്പുണ്ട്. പാലിന്റെ ടേസ്റ്റും തിരിയുന്നില്ല കേട്ടോ. തടി ചതച്ചതിന്റെ ശരിക്കും ഞാൻ ജീവിതത്തിൽ ഇതുവരെ കുടിച്ചാൽ വ്യത്യസ്തമായ ഒരു ചായയാണ് കേട്ടത്, ഉപ്പിട്ട ചായ. അടിപൊളി. ഇനിയിപ്പോ ഇതിന്റെ കൂടെ ആ പൊടി ഇട്ടിട്ട് ഇനിയിപ്പോ നമ്മൾ ഇതിന്റെ അകത്തോട്ട് പൊടി കൂടി ഇട്ടിട്ട് ഇളക്കുവാണ്. ഇതിന്റെ അകത്തിട്ടോ എൻ്റെ ഇപ്പോൾ മിക്സ് ചെയ്യുന്നുണ്ട്. ചായക്കകത്ത് പൊടി ഇട്ടിട്ട് ഇതുപോലെ ഈ ഒരു രീതിയിലാവണേ. കുറുക്കിനേക്കാളും കുറച്ചും കൂടി ടൈറ്റായിട്ട് ഇതായി വരണം. ശരിക്കും ഇതൊരു എനർജി ബൂസ്റ്റർ കൂടിയാണ്. ശരിക്കും ഉണ്ടല്ലോ നമ്മുടെ ഇവരുടെ പ്രഭാത ഭക്ഷണമായിട്ട് കഴിക്കുന്നതാണ്. അന്നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ പണിക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഇവരിത് കഴിച്ചിട്ട് പോകും. അന്നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. മനോജ് സാർ കൈസേ നല്ലതാണ്. ഓക്കെ, ഇപ്പൊ എന്നോട് സംസാരിക്കുമ്പോണ്ട് മനോജ് സാറ് എപ്പോഴും മലയാളത്തിലാണ് പറയുന്നത്. എന്നാ കുടിച്ചോ നല്ലതാണ് ഓക്കെ വാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേട്ടാ. അച്ഛൻ പഠിപ്പിച്ചു കൊടുത്താണോ മലയാളം? നേരത്തെ പഠിച്ച. ഓക്കെ, അച്ഛൻ മലയാളം. അടുത്ത ട്രഡീഷണൽ ഫുഡായിട്ടുള്ള കുക്ല, അതായത് കുക്ല എന്ന് പറയുക ഇവിടുത്തെ ഒരു നൂഡിൽസ് ടൈപ്പാണ്. ഇത് കൈകൊണ്ടാക്കുന്നതാണ്. ശരിക്കും ഉണ്ടല്ലോ നമ്മൾ അരുണാചലിൽ പോയ സമയത്ത് അവിടെ നിന്ന് ഒരു നൂഡിൽസ് ആക്കി തന്നില്ലായിരുന്നു. ഏകദേശം ആ ഒരു റീജിയനിലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഹിമാലയൻ റീജിയനിലെല്ലാം ഇതുപോലുള്ള ഫുഡിൻ്റെ പല ടൈപ്പിലുള്ള കൈമാറ്റങ്ങൾ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാനിത്. ഗോതമ്പിൻ്റെ അകത്ത് എന്തെങ്കിലും മസാലകളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ വരുന്നത്. എന്തായാലും വ്യത്യസ്തമായ കാഴ്ചകളും ടേസ്റ്റും ഒക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ദിവസം നമുക്കുണ്ടായിരുന്നത്. ഇതുപോലെ വ്യത്യസ്തമായ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ യാത്ര മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരോടെല്ലാം പറയാം. നമ്മുടെ വീട്ടിലെ പയ്യനാണ് കാണുകയെന്ന് പറയാം കേട്ടോ. പഹാടി മസാലയാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ഒരു പഹാടി മസാലയാണ്. ആ ഒരു മസാലയുടെ ടേസ്റ്റ് ഡിഫറെൻ്റ് തന്നെയാണ് കേട്ടോ. അപ്പം മുൻസിയാരി വരുന്നവർ
ഇതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. സോ ഒരുപാട് നന്ദി ഫാദർ, ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി ചെയ്തു തന്നതിന്. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. മറക്കും.